ഞാൻ പുറകെ ഓടുന്നതേ എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ അമ്മ പറയുന്ന രീതിക്ക് മില്ലിൽ പോയിരിക്കാവുന്ന എന്നെ കിട്ടത്തില്ല. ഇതിനാണ് പറയുന്നത് എല്ലിന്റെ ഇടയിൽ കയറി കുത്തുന്നത്. എനിക്ക് നല്ല കുത്തലാ, നല്ല രീതിയിൽ കുത്തലുണ്ട്. കുഞ്ഞിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ മില്ലിൽ ചെന്നിരുന്ന് ഈ ജീവിതം അടിച്ച് പൊളിച്ച് ആസ്വദിച്ചേ. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അതാണ് വ്യത്യാസം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം മുത്തണ്ണ. ചെയ്യാം. നമുക്കേ നമ്മളുടെ ഐഡന്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ഈ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി മുതൽ മുത്തുവണ്ണൻ പ്രതീക്ഷാണ്. പ്രതീക്ഷ എന്ന ഞാനാണ് ഇനി മുത്തു. അതെങ്ങനെ മനസ്സിലായില്ല എനിക്ക്. അത് പറ്റുവണ്ണ. ഒരു എഗ്രിമെന്റ് എഴുതിയാ പോരെ? എങ്ങനെ? ശ്രീ മുത്തു അവകൾക്ക് പ്രതീക്ഷ എന്ന എന്റെ ഐഡന്റിറ്റി ഞാൻ തരുന്നു എന്നും പറഞ്ഞിട്ട് ആ ലെറ്റർ അണ്ണൻ എന്ത് ചെയ്യണം? പത്രത്തിൽ കൊടുക്കണം. പത്രത്തിൽ കൊടുത്തിട്ട് വില്ലേജ് ഓഫീസിൽ പോകണം. എന്നിട്ട് വില്ലേജ് ഓഫീസറായിട്ട് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അണ്ണൻ പിന്നെ ആരാ? പ്രതീക്ഷ. അപ്പോഴ് ഞാൻ മുത്തു. അണ്ണൻ ആ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എഴുതി തന്ന മഴയായാലും വെയിലായാലും ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. നോ കോംപ്രമൈസ്. അതെ. ഹലോ, എന്താ ആലോചിക്കണേ? ഞാൻ ഒരു സ്വപ്നം കണ്ടത്. അധികം നേരം ഇതുപോലെ നിന്നാലേ വല്ല പ്രതിമയാണെന്ന് പറഞ്ഞ് കാക്ക വന്ന് കാഷ്ടിച്ചിട്ട് പോകും. കുഞ്ഞെ, ഒരു സംശയം. സുഹാസിനി കൊച്ചമ്മയുടെ ഇളയ മോനാണ് ഞാനെന്ന് പറഞ്ഞ് പ്രതീക്ഷ കുഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ സുഹാസിനി കൊച്ചമ്മയുടെ ഇളയ മോനാവോ? എന്തോന്ന്? സുഹാസിനി കൊച്ചമ്മയുടെ ഇളയ മോനാണ് ഞാനെന്ന് പറഞ്ഞ് പ്രതീക്ഷ കുഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ സുഹാസിനി കൊച്ചമ്മയുടെ ഇളയ മോനാവൂന്ന്. അണ്ണാ, നിങ്ങൾക്ക് വട്ടമുണ്ടോ? സത്യം പറ. അല്ല, ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. അത് ആവോ? ഞാനേ അണ്ണ ഇന്ന് വിളിച്ച് ശീലിച്ചു പോയി. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പറയണില്ല. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, കുഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. ആരും പറയല്ലേ. വിട്ടേരെ. ഇങ്ങനെയും പട്ടുകളുണ്ടോ? ഇതുവരെ എഴുന്നേറ്റില്ലേ? പ്രതീക്ഷ എന്താടി എന്തോന്നാണ് എണീര്? എന്റെ പൊന്നു സുരഭിച്ച് ശല്യം ചെയ്യില്ല. ഞാൻ മഴയൊക്കെ ഉറങ്ങിക്കോട്ടെ. ഇന്നല്ലേ പോവാൻ പറഞ്ഞത് അമ്മ ഓഫീസില്? എഴുന്നേക്കണ്ട അങ്ങോട്ട്. മതി ഉറങ്ങിയത്. അണ്ണ എണീക്ക് അങ്ങോട്ട്. പ്രതീക്ഷ എണീക്ക്. അമ്മ വന്ന് മഴ കുറയും കേട്ടാ. അണ്ണ ഒന്ന് എണീക്കാൻ. എന്റെ പൊന്നു സുരഭി, നീ ബുദ്ധിമുട്ടിക്കല്ലേ. അമ്മ അങ്ങനെ പലതും പറയും. ഞാൻ ആ തുണിമില്ലിൽ പോയിരുന്നിട്ട് എന്തുട്ട് കാട്ടാനാ? ഒരു കാര്യമില്ല. അതിനും പതി ഇവിടത്തെ ഉറങ്ങുന്ന പോർന്നു. സുരഭി അത്യാവശ്യം നന്നായിട്ട് അമ്മ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി കൂടെ നന്നാക്കിയ കറക്റ്റ് ആവും. അയ്യോ, ഇമിറ്റേഷൻ അല്ലടാ, ഒറിജിനൽ ശബ്ദമാ. അയ്യോ അമ്മ. അയ്യോ അമ്മയല്ല, അച്ഛൻ. എടാ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് രാവിലെ കൃത്യം 8 മണിക്ക് ഓഫീസിൽ പോണെന്നുള്ളത്. അത് ഇന്നായിരുന്നു. സുരഭി, നീ എന്താണ് ഉത്തരവാദിത്തം കാണിക്കാൻ? നിന്റെ അടുത്ത് ഞാൻ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ വിളിക്കാൻ എന്നാണോ ഒന്ന്? നാളെ. എടാ, മര്യാദക്ക് നീ വേഗം എഴുന്നേറ്റ് റെഡി ആയിട്ട് ഓഫീസിൽ പോകുന്ന കൊള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ നാളെ പോയോടാ ചക്കരെ. ഇന്ന് നീ റെഡി ആയിട്ട് കൃത്യസമയത്ത് പോയില്ലെങ്കിൽ ഞാൻ യൂണിയനിൽ നാളെ വിളിച്ച് നിന്നെ പാഴ്സൽ ചെയ്യും ഇവിടുന്ന്. എന്താ നോക്കുന്നത് ഇങ്ങനെ? അയ്യോ, രവി, അവന്റെ ഡ്രസ്സൊക്കെ എടുത്താലും വൃത്തിയായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണ്ട കളാകൊള്ളാത്തുള്ള ഷർട്ടെല്ലാം അവിടെ വലിച്ചു കയറ്റി പാൻറ്റും വലിച്ചു കയറ്റി പോവരുത്. നല്ല ഒന്നാന്തരം ഡ്രസ്സ് എടുത്ത് ടിപ്പ് ടോപ്പിന് പോണം. കേട്ടല്ലോ? ഇങ്ങനല്ല പോണോന്ന്. സുരഭി, ഇയാള് കാണിച്ചത് നല്ല പരിപാടിയാണ്. അമ്മ ഒന്ന് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഇൻഫോം ചെയ്യണ്ടേ? അല്ലാതെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അമ്മ ഇപ്പൊ വരും എണീക്കാൻ കേട്ടാ. വന്നുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോ. അതിൽ ഞാനും അമ്മ പറഞ്ഞ ഞാൻ കണ്ടില്ല. അപ്പൊ നീ എനിക്ക് പറഞ്ഞു തരണായിരുന്നു. എങ്ങനെ പറയണ? അമ്മ എന്നെ പറയണ്ടാന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യൂടി? എന്തേലും റെഡി ആയിട്ട് പോ. ഞാൻ തുണി റെഡിയാക്കി വെക്കാം. സുരഭി,
വയ്യ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.